ഓൾറെഡി മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിലും ഹെഡേക്കിന്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നോർമലി 3-4 മണിക്കൂറുള്ള തലവേദന കുറച്ചു കാലമായിട്ട് കുറെ നേരം നീണ്ടു നിൽക്കുന്നുണ്ട്. കൂടുതൽ സിവിയർ ആയ പെയിൻ വരിക, വാർണിംഗ് സൈൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് വരുന്ന തലവേദന. പൊതുവെ മിക്ക ആൾക്കാരും ഒരു സൈഡിൽ മാത്രമുള്ള തലവേദന മൈഗ്രെയിൻ ആയിട്ടാണ് കരുതാറ്. എന്നാൽ ഒരു വശത്തോ ഒരു ഏരിയയിലോ മാത്രം തലവേദന വരിക, പുതിയ രീതിയിൽ തലവേദന വരിക, തലവേദനയോടൊപ്പം പുതിയ ലക്ഷണങ്ങൾ വരിക, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഒരു പ്രോപ്പർ മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ്. തലയുടെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ്, പെത്തോളജിക്കൽ അബ്നോർമാലിറ്റീസ്, കഴുത്തിലെ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് പോലെയുള്ള ഇഷ്യൂസ്, ഇതിലൊക്കെ തലയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം വേദന വരാം. സൈനസൈറ്റിസ് ഉള്ളവരിലും ഒരു ഭാഗത്ത് മാത്രം ഇൻഫെക്ഷൻ വരാറുണ്ട്. തലയ്ക്ക് എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ, സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ റിക്കറന്റ് ആയിട്ട് തലയിടിച്ച് വീഴുക, തലയിലേൽക്കുന്ന ഇഞ്ചുറീസ് എന്നിങ്ങനെയുള്ള അവസരങ്ങളിലും ഈ ഒരു തലവേദന വരാറുണ്ട്. ഈവൻ ട്യൂമർ ഗ്രോത്തിലും ഹെഡേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് സിംപ്റ്റം ആണ്. റിക്കറന്റ് ആയിട്ട് തലവേദന വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് എക്സാമിൻ ചെയ്ത് ആവശ്യമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി കറക്റ്റ് ആയിട്ട് അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് പ്രോപ്പറായ ചികിത്സ നൽകാൻ കഴിയൂ.